നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ഓരോ ദിക്കുകൾ അഥവാ കോർണറുകളെ കുറിച്ചാണ് നാം പങ്കുവച്ചത്. അവിടെ എന്താണ് ഇതിൻ്റെ പ്രാധാന്യം എന്നുള്ളതാണ് നാം നോക്കിയത്. എന്നാൽ ഇന്നിപ്പോൾ ഭാരതീയ വാസ്തുവിൽ തന്നെ വളരെയധികം പ്രാധാന്യമുള്ളതാണ് ഓരോ കോർണറുകളും, അതായത് ഓരോ ദിക്കുകളും. വടക്ക് കിഴക്കെന്ന് അറിയപ്പെടുന്ന ഈശാനകോണും, തെക്ക് കിഴക്ക് അഥവാ സൗത്ത് ഈസ്റ്റ് എന്നറിയപ്പെടുന്ന അഗ്നികോണും, അതുപോലെ തന്നെ വായുകോണായിട്ടുള്ള വടക്ക് പടിഞ്ഞാറ് നോർത്ത് വെസ്റ്റ്, അതുപോലെ തന്നെ വളരെയധികം പ്രാധാന്യമുള്ള സൗത്ത് വെസ്റ്റ് കന്നിമൂല, ഈ ഭാഗങ്ങൾ. അപ്പോൾ ഈ ഭാഗങ്ങൾക്കെല്ലാം വളരെയധികം പ്രാധാന്യമുണ്ടെന്നാണ് നമ്മുടെ വാസ്തുശാസ്ത്രം പറയുന്നത്. അതുപോലെ തന്നെയാണ് ഫെങ്ഷുയിലും. വാസ്തുശാസ്ത്രത്തിലാണെങ്കിൽ ഇതൊക്കെ ഇടിച്ചു നിരത്തുവാനോ ഇല്ലെങ്കിൽ അവിടെ നിന്ന് മാറ്റുവാനോ ഒക്കെയുള്ള പ്രതിവിധിയാണുള്ളത്. എന്നാൽ അതിലുപരിയായിട്ട് ഫെങ്ഷുയി പറയുന്നു അവിടെ എന്തെങ്കിലും രീതിയിലുള്ള ഇടിക്കലോ നിരത്തലോ പുളിക്കലോ ഇല്ലാതെ നമുക്കവിടെ കറക്റ്റ് ചെയ്യാമെന്നാണ് ഫെങ്ഷുയി പറയുന്നത്. അങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്. എന്നാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ വടക്കാണെങ്കിൽ ഇന്നിപ്പം നമ്മൾ പറയുന്നത് വടക്ക് പടിഞ്ഞാറാണ്. അപ്പോൾ വടക്ക് പടിഞ്ഞാറെന്ന് പറയുന്ന ഭാഗത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. വടക്ക് പടിഞ്ഞാറെന്ന് പറയുന്നത് ഒരു വീട്ടിലെ ഗൃഹനാഥൻ്റെ സ്ഥാനമാണ്. അതായത് ഒരു വീട്ടിൽ ആരാണോ അധ്വാനിച്ച് സാമ്പത്തികം നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് നമ്മുടെ മറ്റു ചിലവുകളെല്ലാം വഹിക്കുന്നത്, അവരാണ് ആ വീട്ടിൻ്റെ ഗൃഹനാഥയായിട്ടോ നാഥനായിട്ടോ നാം കണക്കാക്കുന്നത്. അപ്പോൾ അവിടെ എന്തെങ്കിലും സെപ്റ്റിക് ടാങ്കോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് ആ തൊഴിലെടുക്കുന്ന ആളിനെ, ആ ഗൃഹനാഥനെ ബാധിക്കും എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നിപ്പോൾ നമ്മുടെ വീട്ടിൽ കിഴക്കോട്ട് നോക്കിയിരിക്കുന്ന വീടുകളിലൊക്കെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് നമ്മുടെ വാസ്തുവിൻ്റെ ആൾക്കാർ ചെന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. ആ വടക്ക് പടിഞ്ഞാറ് മൂലയ്ക്ക് തന്നെ നമുക്ക് സെപ്റ്റിക് ടാങ്കോ അല്ലെങ്കിൽ വേസ്റ്റ് വാട്ടറോ ഒക്കെ ആകാമെന്ന്. എന്നാൽ അങ്ങനെയല്ല വേണ്ടത്. അത് വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് നമ്മുടെ ഗൃഹനാഥൻ്റെ സ്ഥാനത്തെ നമ്മൾ വെറുതെ വിടക്കാക്കി മാറ്റരുതെന്നാണ് ഫെങ്ഷുയി പറയുന്നത്. അതിനുള്ള പരിഹാരം നമുക്ക് ചെയ്യാൻ കഴിയും.